ഭക്തർക്കായിട്ടുള്ള മഹാദേവ സന്ദേശം എന്താണെന്ന് നോക്കാം. പ്രിയ ഭക്തരെ, നാം ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനാണ്. യഥാർത്ഥ ഭക്തിയും വിശ്വാസവും നിറഞ്ഞ മനസ്സുകളിൽ നാം വസിക്കുന്നു. ഭക്തരെ, ഈ ഭൂലോകത്തിൽ നിങ്ങൾ പലവിധത്തിലുള്ള കഷ്ടതകളും അനുഭവിച്ചു കഴിഞ്ഞു. എങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയത് പണം നിങ്ങളുടെ കൈകളിലില്ലാത്ത അവസ്ഥയാണ്. അതുണ്ടെങ്കിൽ നിങ്ങളുടെ ഭൂരിഭാഗം പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അധ്വാനിച്ചതുകൊണ്ട് മാത്രം പണം നിങ്ങളുടെ കൈകളിൽ നിലനിൽക്കണമെന്നില്ല. പണത്തെക്കുറിച്ചുള്ള ഈ അറിവുകൾ നിങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കുക. ഈ കാര്യങ്ങളെ നിങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിക്കുക. ഭക്തരുടെ കൈകളിൽ എത്ര കൂടുതൽ പണം വന്നു ചേർന്നാലും കുറവ് പണം വന്നു ചേർന്നാലും അതിൽ സംതൃപ്തി കണ്ടെത്തുക. ധനം ലക്ഷ്മീദേവിയാണ്. അതിനാൽ ധനം വന്നു ചേരുമ്പോൾ സന്തോഷമില്ലെങ്കിൽ അത് നിങ്ങളുടെ കൈകളിൽ നിലനിൽക്കില്ല. നിങ്ങൾ നിങ്ങളുടെ കൈകളിൽ എത്ര മൂല്യമുള്ള പണം വന്നു ചേർന്നാലും അതിൽ നന്ദിയുള്ളവരാവുക. കാരണം അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചതിൻ്റെ അധികം മടങ്ങ് പണം ലഭിക്കുന്നതായിരിക്കും. ഭക്തരെ, പഴയ വസ്ത്രങ്ങൾ ആണെങ്കിലും അത് വൃത്തിയാക്കിയ ശേഷം ധരിക്കുക. എപ്പോഴും മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുകയും വീടും പരിസരവും വൃത്തിഹീനമായി കിടക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ലക്ഷ്മീദേവി പടിയിറങ്ങും. മാത്രമല്ല, നിങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്യുക. അതിൻ്റെ കർമ്മഫലം നിങ്ങൾക്ക് നല്ലതായി ഭവിക്കും. സുഗന്ധം നിറഞ്ഞു നിൽക്കുന്ന ഇടങ്ങൾ ലക്ഷ്മീദേവിക്കു വളരെ പ്രിയപ്പെട്ടതാണ്. അതിനാൽ ആരാധനവേളകളിൽ സുഗന്ധമുണ്ടാക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഉത്തമമാണ്. മനസ്സും ശരീരവും ഒരുപോലെ ശുദ്ധമാക്കി വയ്ക്കുക. ദാനം നൽകുന്നതിലൂടെയും നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിക്കുന്നതാണ്. ലക്ഷ്മീദേവിയുടെ പ്രതീകമായ തുളസി നിങ്ങളുടെ വീട്ടിൽ നട്ടുവളർത്തുകയും പരിപാലിക്കുകയും ചെയ്യുക. അനാവശ്യ ചിലവുകൾ നിയന്ത്രിച്ചാൽ തന്നെയും നിങ്ങളുടെ കയ്യിൽ ധനം നിലനിൽക്കുന്നതായിരിക്കും. മറ്റുള്ളവരുടെ ഉയർച്ചകളിൽ അസൂയാലുക്കളാകാതിരിക്കുക. ഒരിക്കലും അന്യൻ്റെ സമ്പത്ത് ആഗ്രഹിക്കാതിരിക്കുക. എല്ലാ ഭക്തരിലും എപ്പോഴും എൻ്റെ അനുഗ്രഹമുണ്ടായിരിക്കും. ഓം നമഃ ശിവായ.